ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. ലോകപ്രശസ്ത സംഗീതജ്ഞനായിരുന്ന ബീഥോവനെക്കുറിച്ച് കേൾക്കാത്തവരാരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അദ്ദേഹം ലോകപ്രശസ്ത സംഗീതജ്ഞനായിരുന്നു. പക്ഷെ അദ്ദേഹം ബധിരനായിരുന്നു. അദ്ദേഹം ഒരിക്കലിരിക്കുമ്പോൾ അദ്ദേഹം കേൾക്കാനിടയായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ഒരു മകൻ, കൊച്ചുമോൻ മരിച്ചുപോയി. ആ കുടുംബം വളരെ സങ്കടത്തിലായിരുന്നു. ഈ ബീഥോവനും വളരെ സങ്കടമുണ്ടായി. പക്ഷേ അദ്ദേഹം ചിന്തിച്ചു, സങ്കടപ്പെട്ടിരുന്നാൽ പറ്റുകയില്ലല്ലോ, ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കണം. ബീഥോവൻ മറ്റൊരാളുടെ സഹായത്തോടെ ആ വീട്ടിൽ ചെന്നു. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം തൻ്റെ വയലിനെടുത്ത് അവിടെ ആ മരണ വീട്ടിൽ, ദുഃഖം തളം കെട്ടി നിന്ന മരണ വീട്ടിൽ അദ്ദേഹം കുറേയേറെ നേരം അദ്ദേഹത്തിൻ്റെ സംഗീതോപകരണങ്ങൾ വെച്ച് ദുഃഖമകറ്റുന്ന, മരണത്തിൻ്റെ വിഷാദമകറ്റുന്നതായ അന്തരീക്ഷം മാറ്റുവാൻ അദ്ദേഹം മനോഹരമായി അദ്ദേഹത്തിൻ്റെ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് അവിടെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. അത് ആ വീട്ടുകാരെ എല്ലാം സന്തോഷിപ്പിച്ചു. ഒരുപക്ഷെ മരണത്തിൻ്റെ അഗാധ ദുഃഖത്തിലാണ് ആ കുടുംബം കഴിഞ്ഞതെങ്കിലും ഈ സംഗീതം അവരെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അങ്ങനെ ബീഥോവനും സന്തോഷമായി, ആ കുടുംബത്തിലുള്ളവർ സന്തോഷമായി എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിക്കാനിടയായി. ദുഃഖത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കും. ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ സംഗീതോപകരണം വായിച്ചപ്പോൾ അവരുടെ ദുഃഖം മാറി സന്തോഷം വന്നുവെങ്കിൽ, സ്വർഗത്തിലെ നിത്യതേജോമനായ ദൈവം നമ്മുടെ അരികിൽ വന്നാൽ, ആ സാന്നിധ്യം നമ്മുടെ അരികിലേക്ക് വന്നാൽ, ആ സാന്നിധ്യത്തിൻ്റെ മാധുര്യമ നമ്മെ സന്തോഷിപ്പിക്കുകയില്ലേ? തീർച്ചയായും സന്തോഷിപ്പിക്കും. നാം സന്തോഷം എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ കുറേ ദിവസങ്ങളായി ചിന്തിച്ചു വരുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകും. നിത്യനായ ദൈവം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നതിനെ കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പോലെയുമാണെന്നാണ് ഇവിടെ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, കൊയ്ത്തുകാലത്തിലെ സന്തോഷം വലിയ സന്തോഷമാണ്. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചുകൊണ്ടാണ് നടക്കുന്നത്, അല്ലേ? വിത്ത് വിതയ്ക്കുന്ന കാലം അത് വളരെ കഷ്ടപ്പാടുള്ള കാലമാണ്. ഒരുപക്ഷെ അത് ദുഃഖത്തിൻ്റെ കാലമാണ്. കാരണം പാടം നന്നായി ഒരുക്കണം, അവിടെ കള എടുത്തു കളയണം, കല്ലുകളും മുള്ളുകളും പെറുക്കിക്കളയണം. ഒരുപക്ഷെ കല്ലും മുള്ളും പെറുക്കുമ്പോൾ കയ്യിൽ മുള്ളുകൊണ്ട് വേദനിക്കാം. മാത്രമല്ല, ഈ ചെളിയിലൂടെ, പാടത്തുള്ള ചെളിയിലൂടെ നടക്കുമ്പോൾ കാലിൽ എന്തെങ്കിലും തറയ്ക്കാം. ഇങ്ങനെ വേദനിക്കുന്ന അനുഭവമാണ് വിതയുടെ അനുഭവം. കണ്ണുനീരോടെ, വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയുണ്ട്, കണ്ണുനീരോടെ വിതയ്ക്കുന്നുവെന്ന്. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ടാണ് നടക്കുന്നത്. വിത്തിൻ്റെ ചുമടിൻ്റെ ഭാരമുണ്ട്, അത് വിതയ്ക്കാനുള്ള ആയാസമുണ്ട്. ഒരുപക്ഷെ അന്തരീക്ഷത്തിലുള്ള ചൂടോ മറ്റോ മഴയോ തണുപ്പോ അത് ജീവിതത്തെ ബാധിക്കാം. ഇങ്ങനെ ദുഃഖമുണ്ടാക്കാനുള്ള സാധ്യത ഒത്തിരി ഉള്ളതാണ് വിതയുടെ സമയം. പക്ഷേ കൊയ്ത്തിൻ്റെ സമയം അത് ആർപ്പിൻ്റെ സമയമാണ്, ആനന്ദത്തിൻ്റെ സമയമാണ്. കാരണം അധ്വാനത്തിന് ഫലം കിട്ടുന്നു. തീർച്ചയായും നമുക്കൊക്കെ സന്തോഷം ഉണ്ടാകും, ഇല്ലേ? നാം തന്നെത്താൻ ഒരു വാഴ അല്ലെങ്കിൽ ഒരു നല്ല ഏതെങ്കിലും ഒരു ഫലച്ചെടി, ഫലവൃക്ഷം നട്ടു, അതിൽ നിന്ന് ഫലമുണ്ടായി. അത് പറിക്കാൻ എന്തൊരു കൗതുകമായിരിക്കും, ഇല്ലേ? വേറെ ആരെങ്കിലും ദാനമായി തന്നാലോ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചാലോ അത്രയും മാധുര്യം ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുകയില്ല. നാം തന്നെ അധ്വാനിച്ച്, നാം കഷ്ടപ്പെട്ട്, വെള്ളമൊഴിച്ച്, വളമിട്ട്, കളപിറക്കി, അങ്ങനെ ഉണ്ടായി വന്നതായ ഒരു ഫലവൃക്ഷത്തിൽ നിന്നും നാം തന്നെ ആ ഫലം പറിച്ചു തിന്നുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമുണ്ട്. ഇതുപോലെയാണ് കൊയ്ത്തുകാലത്തിലെ സന്തോഷം. ഈ കൊയ്ത്തുകാലത്തിലെ സന്തോഷത്തെ ഉപമിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം.
ഒരു പ്രതിഫലം ലഭിക്കുന്നത് പോലെ, വലിയൊരു ഗിഫ്റ്റ് ലഭിക്കുന്നത് പോലെ, അർഹതയില്ലാത്ത ദാനം നമുക്ക് ലഭിക്കുന്നത് പോലെയാണ് ദൈവം നമ്മുടെ മേൽ സന്തോഷം പകരുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സന്തോഷം. അതേ, ദൈവ സാന്നിധ്യം നമ്മെ എന്നും സന്തോഷിപ്പിക്കും. ദൈവ സാന്നിധ്യം അത് പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല, അത് ഭൂമിയിൽ എന്തെല്ലാം ചിലവഴിച്ചാലും കിട്ടുന്നതല്ല. പക്ഷേ ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് തരും. അത് വലിയ മാധുര്യമേറിയ ഒരു അനുഭവമാണ്. ദുഃഖങ്ങളെല്ലാം നാം മറന്നുപോകും. ഒരുപക്ഷെ വേർപാടിൻ്റെ ദുഃഖം, വിയോഗത്തിൻ്റെ ദുഃഖം, കടബാധ്യതയുണ്ട് എന്നുള്ള ദുഃഖം, രോഗശയ്യയിൽ കിടക്കുമ്പോൾ വരുന്ന ആ ദുഃഖം, ഏകാന്തതയുടെ ദുഃഖം, ഇങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അത് നമ്മെ ഒത്തിരി സന്തോഷിപ്പിക്കും. ഒരിക്കൽ സാധു സുന്ദർ സിംഗ് ടിബറ്റിൽ അദ്ദേഹം സുവിശേഷ വേല ചെയ്തത് മൂലം ടിബറ്റിലെ ഭരണാധികാരി ലാമ അദ്ദേഹത്തെ പിടിച്ച് ഒരു പൊട്ടക്കിണറിലിട്ടു. പൊട്ടക്കിണറെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് അവിടെ കുറ്റകൃത്യം ചെയ്ത അനേകരെ പിടിച്ച് ഈ പൊട്ടക്കിണറ്റിൽ ജീവനോടെ തള്ളിയിട്ടുണ്ട്. അവർ നരകിച്ച് മരിച്ച് ആ ശവശരീരം ചീഞ്ഞ് അതിന് ദുർഗന്ധങ്ങളും അവശിഷ്ടങ്ങളും തലയോട്ടികളും അസ്ഥികളും കിടക്കുന്നതായ സ്ഥലം. അങ്ങോട്ടാണ് സാധു സുന്ദർ സിംഗിനെ ഇട്ടത്. അദ്ദേഹത്തെ ഇടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു കൈ തല്ലി ഓടിച്ചു. അതിൻ്റെ വേദനയുണ്ട്. ആ കിണറ്റിലേക്ക് ഇട്ടപ്പോൾ ശരീരത്തിൽ വന്ന വേദനയുണ്ട്. പിന്നെ ദുർഗന്ധം വമിക്കുന്ന സ്ഥലം, അഴുക്കുള്ള സ്ഥലത്ത് നിൽക്കുന്നു. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. ഒരു സെക്കൻഡ് സാധു സുന്ദർ സിംഗ് ഒന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അപ്പ, എൻ്റെ യേശുവേ. ഉടനെ ഇതാ ദൈവസാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങി വന്നു. ആ ദൈവസാന്നിധ്യം വന്നതോടുകൂടി സാഹചര്യം അത് തന്നെ. പക്ഷേ സാധു സുന്ദർ സിംഗ് തൻ്റെ അനുഭവത്തിൽ എഴുതിയിരിക്കുന്നു, കൈയുടെ വേദന പിന്നെയില്ല, അന്തരീക്ഷത്തിലുള്ള അഴുക്ക് നിറഞ്ഞ അന്തരീക്ഷത്തിൻ്റെ ആ ദുർഗന്ധം അദ്ദേഹത്തെ ബാധിക്കുന്നില്ല, ശരീരം ഈ ഏറ്റവും അഴുക്ക് നിറഞ്ഞ ആ സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നുള്ള ചിന്ത പോലും അദ്ദേഹത്തെ ഭരിക്കുന്നില്ല. ഒരലൗകിക സമാധാനം അദ്ദേഹത്തെ കീഴടക്കി അദ്ദേഹം സന്തോഷത്തോടെ നിന്നു എന്ന്. പിന്നീടുള്ള സംഭവങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഒരു കയറോ ഒരു വള്ളിയോ ആ കിണറിലേക്ക് ഇടുന്നു. ഈ ലാമ ഈ കിണറിൻ്റെ മോൾ ഭാഗം ഒരു കോൺക്രീറ്റ് സ്ലാബിട്ട് മൂടി അത് പൂട്ടി അതിൻ്റെ താക്കോൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തന്നെ ഇട്ട് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഈ കിണറിൻ്റെ മൂടി മാറുന്നു, വെളിച്ചം അങ്ങോട്ട് വരുന്നു. ആ വെളിച്ചത്തിൽ അദ്ദേഹം കണ്ടു ഒരു കയറോ ഒരു വള്ളിയോ മറ്റോ താഴേക്ക് വരുന്നു. ഒഴിഞ്ഞ കൈയല്ല, മറ്റേ കൈ കൊണ്ട് ഈ വള്ളി ശരീരത്തോട് ചുറ്റിപ്പിടിക്കുക എന്ന് മുകളിൽ നിന്നൊരു നിർദ്ദേശം. അദ്ദേഹം അങ്ങനെ ചെയ്തു. ഇപ്പോൾ ഇത് അദ്ദേഹത്തെ പതുക്കെ മുകളിലോട്ട് വലിച്ചെടുക്കുന്നു. അദ്ദേഹം മുകളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടവനായി കിണറിൽ നിന്ന് പുറത്തു വന്നു നിന്നു. ചുറ്റും അദ്ദേഹം നോക്കി, പിന്നെ ആരെയും കണ്ടില്ല. നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ സുഖമായി. അദ്ദേഹം പിന്നീട് പോയി പട്ടണത്തിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുവെന്നും ലാമ, ആ ടിബറ്റിലെ ഭരണാധികാരിയായ ലാമ അത് കണ്ടുവെന്നും അദ്ദേഹവും വിശ്വാസത്തിലേക്ക് വന്നുവെന്നെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം നമ്മുടെ സാഹചര്യങ്ങളിലുള്ളതായ ദുഃഖങ്ങളെ നമ്മളെ മറക്കുമാറാക്കും. എന്തുകൊണ്ടാണ് നമ്മെ പലപ്പോഴും ദുഃഖം കീഴടക്കുന്നത്? ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ദൈവ സാന്നിധ്യത്തിലിരുന്നാൽ ദുഃഖങ്ങളോ വേർപാടുകളോ കടബാധ്യതകളോ ഞെരുക്കങ്ങളോ രോഗങ്ങളോ എന്തെല്ലാം വന്നാലും നമ്മളെ സ്വാധീനിക്കുകയില്ല, നമ്മെ കീഴ്പ്പെടുത്തുകയില്ല. പലപ്പോഴും ഈ ലോകത്തിലെ ചില ദുഃഖങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്താൻ കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നാം വേണ്ടതുപോലെ അനുഭവിക്കുന്നില്ല. അത് അനുഭവിക്കണം പ്രിയരെ. ഈ സാന്നിധ്യം ആർക്കും കിട്ടും. ആവശ്യക്കാരായി ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് കോരഹപുത്രന്മാർ പറഞ്ഞു. ദൈവസാന്നിധ്യം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു, എൻ്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. ആ സാന്നിധ്യം കൊതിക്കുന്ന ഹൃദയം, നാം യേശുവിൻ്റെ സാന്നിധ്യം കൊതിക്കണം. നമുക്ക് സാന്നിധ്യം തരും. യാത്രകളിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബെഡ്റൂമിൽ, ഏത് സ്ഥലത്തും കർത്താവ് സാന്നിധ്യം തരും. ആ സാന്നിധ്യത്തിൻ്റെ മാധുര്യമാണ്
ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. ആ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ഒന്നും നമ്മെ സ്വാധീനിക്കുകയില്ല. ഒന്നും ഇല്ലെങ്കിൽ സാരമില്ല, ഈ സാന്നിധ്യം മതിയെന്ന് നാം പറഞ്ഞു പോകും. പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്, പ്രസൻസ് ഓഫ് ജീസസ്, പ്രസൻസ് ഓഫ് ട്രിനിറ്റി, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം. ഒരുപക്ഷെ നമ്മുടെ ശരീരം കോൾമേർ കൊള്ളും, നമ്മുടെ മനസ്സിൽ ഒരു സമാധാനം അങ്ങനെ കെട്ടി നിറച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഭൂമിയിൽ ഒരു ദുഃഖവും നമ്മെ സ്വാധീനിക്കാത്തൊരു അനുഭവം, അത് ഭയങ്കര സുഖമാണ്. അതാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം. മാന്യ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്നും ദുഃഖത്തിൽ കഴിയുകയാണോ? വേദനയിൽ കഴിയുകയാണോ? സങ്കടത്തിൽ കഴിയുകയാണോ? മാന്യ സഹോദരി, നിൻ്റെ ഭർത്താവ് അകാലത്തിൽ കടന്നുപോയ വേദനയിൽ പുളഞ്ഞു കഴിയുകയാണോ? പ്രിയ മകളെ, പ്രിയ മകനെ, നീ നിൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോർത്ത് നീ സങ്കടപ്പെട്ട് കഴിയുകയാണോ? കർത്താവിന് സ്തോത്രം. ഏതെങ്കിലും പരാജയങ്ങളോ ഏതെങ്കിലും വിഷയത്തിൽ പ്രതിസന്ധികളോ വന്നിട്ട് നിങ്ങൾ വലഞ്ഞു കഴിയുകയാണോ? കൊതിക്കൂ ദൈവ സാന്നിധ്യം. യേശുവിൻ്റെ സാന്നിധ്യം എല്ലാം മറക്കുമാറാക്കുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ ഈ വാക്കുകളെ പറയുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവസാന്നിധ്യത്തിലുള്ള സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലെയും ആകുന്നു. കൊള്ള പങ്കിടുന്നു, അർഹതയില്ലാത്തത് കിട്ടുന്നു, വലിയ ഒരു ധനശേഖരം കിട്ടുന്നു. അതിലും വലുതാണ് ദൈവസാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, വാസ്തവമായി നിങ്ങൾ ഈ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അനുഭവിക്കണം. നിങ്ങളതിന് പ്രാർത്ഥിക്കണം, നിങ്ങളതിന് കൊതിക്കണം. തീർച്ചയായും ആ ശ്രേഷ്ഠ അനുഭവം നിങ്ങൾക്ക് കർത്താവ് തരും. അത് ഏതെങ്കിലും കുറച്ചു പേർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതല്ല, കൊതിക്കുന്ന ആർക്കും ദൈവം തരും. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. ഒരുപക്ഷെ നടക്കാൻ വയ്യാതെ ആക്സിഡൻറ്റ് പറ്റി കാല് ഒടിഞ്ഞ് അല്ലെങ്കിൽ കൈ ഒടിഞ്ഞ് നടുവിന് പ്രയാസമായി ഇപ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ തിരുവചനം കേൾക്കുന്ന ഒരു വ്യക്തിയോട് എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, മകനെ, ഞാൻ നിനക്ക് സമാധാനം തരാം, എൻ്റെ സാന്നിധ്യം ഞാൻ നിൻ്റെ അടുക്കിലേക്ക് തരാമെന്ന്. ഇപ്പോൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെല്ലാം ആ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്, ആ സാന്നിധ്യം രുചിക്കുന്നുണ്ട്, ആ സാന്നിധ്യത്തിൽ അവരുടെ ദുഃഖം മാറുന്നുണ്ട്. ക്യാൻസർ ബാധിച്ച് പാലിയേറ്റീവ് കെയർ സെൻ്ററിൽ വളരെ വേദനയിൽ കഴിയുന്ന ചിലരെല്ലാം യേശുവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം അവരെ തൊടുന്നുണ്ട്, അവർ ദുഃഖം മറന്നു പോകുന്നുണ്ട്, വേദനകളും സങ്കടങ്ങളും ഓടിയകലുന്നുണ്ട്. നമുക്കിപ്പോൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക്, ആശ്വസിപ്പിക്കുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവ സാന്നിധ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ, ആ സാന്നിധ്യം നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദുഃഖിച്ച് കിടക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദിവ്യ സാന്നിധ്യം നാഥ, ഇപ്പോൾ രോഗക്കിടക്കയിൽ കിടക്കുന്നവരെ, ഇപ്പോൾ ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്നവരെ, ചലനം നഷ്ടപ്പെട്ട് വിഷമിക്കുന്ന ചിലരെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം നിറയ്ക്കുന്നുവല്ലോ. ഭർത്താവ് നഷ്ടപ്പെട്ട് അനാഥയായി വിധവയായി കഴിയുന്ന സഹോദരിമാരെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുന്നു, ആ സാന്നിധ്യം ആശ്വസിപ്പിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ സാന്നിധ്യം അവരുടെ ദുഃഖം മറന്നു കളയുവാൻ തക്കോണം അവരെ ആ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും കർത്താവ് തൊടണമേ, കർത്താവ് സന്ദർശിക്കണമേ, തലോടണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ഇതിനോടകം അനുഭവിച്ച് കഴിഞ്ഞു ദൈവ സാന്നിധ്യത്തിൻ്റെ മാധുര്യം. ഇനിയും അനുഭവിക്കുക, ഒരു ദിവസമല്ല, എന്നും അനുഭവിക്കുക. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ എന്തെങ്കിലും ആത്മീയ കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ, ഏതെങ്കിലും ഭാരവിഷയങ്ങൾ, നിങ്ങളെ അലട്ടുന്ന ഏതെങ്കിലും സങ്കട വിഷയങ്ങൾ, ഭാരവിഷയങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ വേണ്ടതുപോലെ പഠിക്കുന്നില്ല, അവർ വഴിതെറ്റിപ്പോകുന്നു, ഇങ്ങനെയുള്ളതായ മാതാപിതാക്കളെ അലട്ടുന്നതായ പ്രതിസന്ധികൾ, അത് ഞങ്ങളുമായി ഷെയർ ചെയ്യുവാനോ പ്രാർത്ഥിക്കുവാനോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളും നിങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം